JMJ കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബീഫ് പെപ്പർ റോസ്റ്റാണ്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കുന്ന രീതിയിലാണ് ഞാനിവിടെ ബീഫ് പെപ്പർ റോസ്റ്റ് തയ്യാറാക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ്, എന്നാൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഈ ബീഫ് പെപ്പർ റോസ്റ്റ് നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ സെർവ് ചെയ്യാൻ പറ്റും. അപ്പത്തിൻ്റെ കൂടെ, പൊറോട്ട, ചപ്പാത്തി, ഇടിയപ്പം, റൈസിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ് ബീഫ് പെപ്പർ റോസ്റ്റ്. നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളതാണ് ബീഫ് പെപ്പർ ചേർത്ത് റോസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും തയ്യാറാക്കുന്ന രീതിയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ബീഫ് പെപ്പർ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആദ്യമേ ഒന്ന് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം. പ്രഷർ കുക്കറിലാണ് ഞാനിവിടെ വേവിക്കുന്നത്. നമുക്ക് പ്രഷർ കുക്കർ അല്ലാതെ സാധാ രീതിയിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഹോം മെയ്ഡ് ഗരം മസാല 1 ടീസ്പൂൺ. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കനം കുറച്ച് ചോപ്പ് ചെയ്തെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഫ്രഷായിട്ട് ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് പൊടി 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് വലിയ ഉള്ളിയാണെങ്കിൽ ഒരു 10 ഉള്ളി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാല ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ബീഫിൽ നിന്ന് തന്നെ വാർന്നു വരുന്ന വെള്ളത്തിൽ ഇത് നമുക്ക് വെന്ത് കിട്ടും. ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് കിട്ടുന്ന ബീഫിൻ്റെ വേവ് അനുസരിച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. കംപ്ലീറ്റ് അങ്ങ് വെന്ത് കിട്ടേണ്ട, കാരണം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴും കുറച്ചുകൂടെ വെന്ത് കിട്ടും. അതുകൊണ്ട് ഒരു 90% വെന്ത് കിട്ടിയാൽ മതി. ഫുൾ ഫ്ലെയിമിൽ 2 വിസിലടിച്ചതിന് ശേഷം ഒരു 8 മിനിറ്റ് സിമ്മിൽ വേവിച്ചെടുക്കാം. എല്ലാവരുടെയും കുക്കർ ഒരുപോലെ ആയിരിക്കണമെന്നില്ല, അതുകൊണ്ട് ടൈമിലൊക്കെ കുറച്ച് വ്യത്യാസം വരും. ഇപ്പോൾ ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രഷറെല്ലാം നന്നായിട്ട് മാറി. പ്രഷർ തന്നെ മാറുവോളം നമ്മൾ വെയിറ്റ് ചെയ്യണം, എങ്കിലേ ഇത് കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇതിൽ കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട്. നമുക്ക് വഴറ്റിയെടുക്കുന്ന സമയത്ത് ബാക്കി വെള്ളം വറ്റിച്ചെടുക്കാം. ഇനി വഴറ്റിയെടുക്കാനായിട്ട് നമുക്ക് ചൂട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം. ഞാനിവിടെ കാസ്റ്റ് അയണിൻ്റെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ റോസ്റ്റ് ചെയ്യാനായിട്ട് ചെറിയുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയുള്ളി ഞാൻ നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. നമ്മൾ കയ്യിലിങ്ങനെ എടുക്കുകയാണെങ്കിൽ ഒരു 2 കൈ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറുതായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടി അരിഞ്ഞതുണ്ട്, 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുണ്ട്, 4 പച്ചമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്, ഒരു ചെറിയ തക്കാളി അത് കനം കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ അധികം വേണ്ട, ഈ ഉള്ളിയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാനുള്ളത് മതി. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് ആദ്യമേ ഈ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഉടനെ തന്നെ നമുക്ക് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിക്ക് മാത്രമുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്ന ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ചെറിയ ഉള്ളി എല്ലാവർക്കും ഇല്ലെങ്കിൽ പകരം സവാള എടുത്താൽ മതി. 2 സവാള എടുക്കുക. ബീഫ് വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരു സവാളയുടെ 4/1 ഭാഗം ചേർത്താൽ മതി ബീഫ് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഈ ഉള്ളി നമുക്ക് നല്ല ബ്രൗൺ കളറാവുമ്പോഴും വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഈ ഉള്ളിയൊക്കെ ചെറിയ ബ്രൗൺ കളറായി. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുവോളം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി കനം കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് അത് അലിഞ്ഞ് മസാലയിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലെ വെള്ളം കുറച്ച് വറ്റട്ടെ. വെള്ളം കുറച്ച് വറ്റിയതിന് ശേഷം ബാക്കി നമുക്ക് കുറച്ച് ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ വെള്ളം വറ്റിച്ചെടുക്കാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മസാലയൊക്കെ നമ്മളിപ്പോൾ വഴറ്റി ചേർത്ത ഉള്ളിയിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ.
നമ്മൾ പെപ്പർ റോസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ തയ്യാറാക്കി ഉടനെ കഴിക്കരുത്. ഒരു അരമണിക്കൂറിന് ശേഷമോ 1 മണിക്കൂറിന് ശേഷമോ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴാണ് ഇതിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ച് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോഴാണ്. ഇനി നമുക്ക് കറിയുടെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. കുറവുണ്ടെങ്കിൽ നമ്മൾ ഈ സമയത്ത് ഉപ്പൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഹോം മെയ്ഡ് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഹോം മെയ്ഡ് ഗരം മസാല ഇല്ലാത്തവർ പകരം മീറ്റ് മസാല ഉപയോഗിക്കുക. അതിൻ്റെ അളവ് 1 ടീസ്പൂൺ ഹോം മെയ്ഡ് ഗരം മസാലയ്ക്ക് പകരം 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്താൽ മതി. അപ്പോൾ നമുക്ക് എത്രയാണോ കറിയിൽ വേണ്ടത് അതനുസരിച്ച് നമ്മൾ അളവ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഫ്രഷായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് നമുക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ചും ടേസ്റ്റിനനുസരിച്ചും ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കൂടെ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കുരുമുളകിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് നിൽക്കണം. ഫ്രഷായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രമേ ആ പെപ്പർ റോസ്റ്റിന് അതിൻ്റേതായ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഗ്രേവി എല്ലാം പറ്റിയിട്ടുണ്ട്. ഇത് ഡ്രൈ ആവുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ട. ഇത്രയും മതി. അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും ഈ ഗ്രേവി ഒന്നുകൂടെ ഡ്രൈ ആവും. അതുകൊണ്ട് ഇത്രയും ഡ്രൈ ആയാൽ മതി. ഇപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതുപോലെ ബീഫ് പെപ്പർ റോസ്റ്റ് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ്. നമുക്ക് എല്ലാത്തിൻ്റെയും കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് ബീഫ് പെപ്പർ റോസ്റ്റ്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്